എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രത്തിൽ റോബിൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് റോബിൻ പുറത്താക്കിയത് അവിടെ റീൽ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ക്ലെയിമാണ് റോബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ നൈറ്റ് ഷിഫ്റ്റിലുണ്ടായിരുന്ന ഒരു നഴ്സിനെ കയറി പിടിച്ചു റോബിൻ. ഇതിന് തെളിവുകളുണ്ട് വ്യക്തമായിട്ട്. ഇല്ല, സ്റ്റാഫുകൾ എതിര് പറയത്തില്ലല്ലോ. ഞാൻ ഒരു ഓഡിയോ പ്ലേ എന്റെ പൊന്നടാവേ, എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതാ അടുത്തൊരു അലിഗേഷൻ. ഹോസ്പിറ്റലിലെ ആരെയോ എന്തോ ചെയ്തത്രേ റോബിൻ രാധാകൃഷ്ണൻ. അതിന്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് പുറത്താക്കിയതെന്നാ പറയുന്നത്. അവിടുന്ന് റീല് ചിത്രീകരിച്ചതിന്റെ ഭാഗമായി പുറത്താക്കി എന്ന രീതിയിലുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇതാ പുതിയൊരു കഥ കേൾക്കുന്നു. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? റോബിൻ രാധാകൃഷ്ണന് പണം കൊടുക്കാൻ ഇവരൊക്കെ ആരാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം കേട്ടോ. അതായത് ലക്ഷങ്ങളോ കോടികളോ കണക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോബിൻ രാധാകൃഷ്ണൻ ഒരു കെട്ട് പേപ്പറായിട്ട് വരും, ഇവർ പറഞ്ഞതിനെ എതിർത്ത് പൊളിച്ചടക്കും, ഇവർ വീണ്ടും അടുത്ത് കൊണ്ടുവരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുക. ജനങ്ങൾ ഇത് കണ്ട് ഭ്രാന്തിരിച്ചിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലിപ്പ് ചെയ്തോട് കൂടിയിട്ട് ഇനി ഇവരുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല ജനങ്ങൾക്ക്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാണ് റോബിൻ രാധാകൃഷ്ണൻ വലിയ തെളിവുകളായിട്ടൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. ഞാനത് റിയാക്ട് ചെയ്തിരുന്നു. ചെറിയൊരു പണി കിട്ടിയ വീഡിയോക്ക് അതിൽ ചെറിയൊരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് അടിച്ചു. വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. അതായത് മറ്റുള്ള ആളുകളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതായത് പേര്, IFC നമ്പർ, മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ പുറത്തു വിടാൻ പറ്റില്ല കേട്ടോ. ഞാൻ ബ്ലർ ആക്കിയിട്ട് ഒരു 10 സെക്കൻഡ് ഭാഗത്ത് മാത്രം അത് കണ്ടു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അത് പ്ലിങ്കോ അടിച്ചിട്ടുണ്ട്. 4-5 ദിവസം കഴിഞ്ഞ് കിട്ടുള്ളൂ വീഡിയോ. ഓക്കെ, അപ്പൊ ചില ആളുകൾ പറയുന്നത് മുക്കിയെന്നല്ല, അതങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് റോബിൻ രാധാകൃഷ്ണൻ ഇത്രമാത്രം ഫണ്ട് ആളുകൾ കൊടുക്കുന്നത്? എങ്ങനെ, എന്തിന്, എവിടുന്ന് എടുത്തിട്ട്? നിങ്ങൾ പറയുന്നത് RTI IT ഒക്കെ ഫയൽ ചെയ്ത ആളുകളാണ് ഞങ്ങൾ എന്നുള്ളത്. പക്ഷെ മറ്റുള്ള ആളുകളുടെ അക്കൗണ്ട് വഴിയൊക്കെ ഫണ്ട് കൊടുത്തത് ലിക്വിഡ് മണിയായിട്ട് ഫണ്ട് കൊടുത്തതൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുതിയൊരു അലിഗേഷൻ അനന്ത് പറയുന്നു, ഈ ഹോസ്പിറ്റലിലെ ആരെയോ എന്തോ റോബിൻ ചെയ്തു എന്നുള്ളത്. നമുക്ക് എന്തായാലും വീഡിയോ തുടർന്ന് കാണാം. റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവർക്ക് കൊടുക്കാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ 6 ലക്ഷം ഞാൻ കൊടുത്തതാണ്, ഇനിയൊന്നും കൊടുക്കാനില്ല എന്നുള്ളത്. പക്ഷെ റോബിൻ പറഞ്ഞതിന് മുന്നേ തന്നെ അബിൽദേവ് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ എന്തോ ഒരു കാര്യം കൂടി അതിൽ പറയുന്നതെന്ന് കേട്ടോക്കാം. നമ്മളിങ്ങനെ വിചാരിക്കും തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ജോബിച്ചേട്ടന്റെ പൈസ വീണ്ടും ഇവൻ 6 ലക്ഷം രൂപ എനിക്ക് തന്നു. ഞാൻ വീണ്ടും പറയാം, 6 ലക്ഷം രൂപ ആ സമയത്ത് തന്നെ തന്നു. ജോബിച്ചേട്ടനും പൈസ കൊടുത്തു, എനിക്ക് 6 ലക്ഷം രൂപ. ആ 6 ലക്ഷം തന്നെ ഇവന്റെ അക്കൗണ്ടിൽ നിന്നല്ലേ 1 ലക്ഷം രൂപ ഇവന്റെ അക്കൗണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ തന്നെ ഞാൻ കിട്ടിയ ഫണ്ട് ഞാൻ കിട്ടിയെന്ന് പറയും. ഒരു ഫിഷറീസിലുള്ള വേറെ ആളുടെ അക്കൗണ്ടിൽ നിന്നാണ് തന്നെ. അത് അവൻ കൊടുത്തു എന്നാ പറയുന്നത്. വെറുതെ ചുമ്മാ അവന്റെ അക്കൗണ്ട് നല്ല വേറെ. അപ്പൊ തന്നെ ഇവന്റെ ഇവിടുത്തെ കണക്ഷൻസ് ഒക്കെ തീർന്നിട്ടുണ്ട്. അതും പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇനി എനിക്ക് ആരും പൈസ തരാനില്ല, എന്റെ കണക്ഷൻസ് തീർന്ന്. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് അവിടുത്തെ കണക്ഷൻ അവിടെ കുറച്ചെത്തി, അവിടെ എത്തി കഴിഞ്ഞിട്ട് ഫിഷറീസ് ഒരാളെ പിടിച്ച് ഇവൻ എന്ത് ചെയ്ത് എന്റെ 6 ലക്ഷം തന്നു. ഈ ജോബിച്ചേട്ടൻ 40 ലക്ഷം എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് എനിക്ക് ചെറിയൊരു സോഴ്സ് ഐഡിയ അറിയാം. പക്ഷേ അതാവും പറയട്ടെ, ആ ഫണ്ട് അവൻ എങ്ങനെ അതിന്റെ സോഴ്സ് നമ്മൾ എടുത്തേക്കാം, അതൊന്നും ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയ പണ്ടതൊന്നും. അതായത് താങ്കൾക്ക് തരാനുള്ള 6 ലക്ഷം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ താങ്കൾ ഈ ഒരു പത്രസമ്മേളനമൊക്കെ വിളിക്കേണ്ട ആവശ്യം എന്നുള്ളത്. അതല്ലാതെ ലിക്വിഡ് മണി എത്ര താങ്കൾ കൊടുത്തിട്ടുണ്ട്, അതെത്ര കിട്ടാനുണ്ട്? ഇത് വൺ കൺഫ്യൂഷൻ ആണ്. അതിൻ്റെ ഒരു 40 ലക്ഷം രൂപയുടെ ഒരു കഥ പറയുന്നു. എന്താണ് ഈ ലക്ഷങ്ങൾക്കും കോടികൾക്കും ഒരു വിലയില്ലേ? ഇവിടെ ചില്ലറ പൈസ കൊണ്ട് അങ്ങോട്ട് തട്ടിക്കളിക്കാൻ നമ്മൾ. ആ സമയത്താണ് ഇവിടെ കോടികളുടെ കഥ. എന്തായാലും റോബിൻ പറഞ്ഞത് തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 6 ലക്ഷം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നെ ഒരു 40 ലക്ഷത്തിന്റെ എന്തോ ഒരു ഇഷ്യൂ അദ്ദേഹം പറയുന്നുണ്ട്. അതെന്തായാലും ഡോക്ടർ ഡ്രേക്ക് അനന്ത് പറയും, കേൾക്കാം. പുള്ളിക്കാരൻ ഇപ്പോഴും വേറെ കുറച്ച് ഡോക്യുമെന്റ്സ് എടുത്തിട്ടാണ് പറയുന്നത്. പിന്നെ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞ വീഡിയോ അത് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു ആകെ 42 ലക്ഷം രൂപയാണ് ആകെ അബിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് മേടിച്ചിരിക്കുന്നത്. പുള്ളി തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോക്കകത്ത് പുള്ളി തന്നെ പറയുന്നുണ്ട്, ഹോളിഡേ ഇന്നിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോനകത്ത് പുള്ളി തന്നെ പറയുന്നുണ്ട് 42 ലക്ഷം രൂപ ഇനി ബാക്കി കൊടുക്കാനുള്ള പൈസയാണെന്നും അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടെന്നും പുള്ളി തന്നെ പറയുന്ന ഒരു വീഡിയോ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറയുന്ന സാധനങ്ങളെല്ലാം കോൺട്രഡിക്ഷൻ ആണ്. ഉടച്ച തമ്പുരാൻ എന്തൊക്കെ കേൾക്കുന്നത്. 6 ലക്ഷം വാങ്ങിയത് അവിടെ തുടർന്ന് ഒപ്പിച്ചിട്ടാണെങ്കിലും തിരിച്ചു നൽകിയെന്ന് പറയുന്നു. പക്ഷെ അബിൽദേവിന്റെ കയ്യിൽ നിന്ന് അത്രയല്ല വാങ്ങിയിട്ടുള്ളത്, 42 ലക്ഷം രൂപ എങ്ങാനും ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് പറയുന്നത്. ഇനിയും 42 ലക്ഷം. അപ്പൊ എത്ര ലക്ഷമാണ് നിങ്ങൾ ഈ കടമായിട്ട് കൊടുത്തിട്ടുള്ളത്? അവിടെ നിങ്ങൾക്ക് എത്രമാത്രം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട ഞങ്ങൾക്ക് കുറച്ച് താടാ ചോദിച്ചതാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു വീഡിയോ അല്ല, ഏകദേശം 18 വീഡിയോ ആണ് അബിലിന്റെ കയ്യിലുള്ളത്, എന്റെ കയ്യിലൊക്കെ ഉള്ളത്. ഈ പറയുന്ന ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, പിന്നാണല്ലോ റോബിന്റെ സീറ്റ് പ്രഖ്യാപിക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അയച്ച വീഡിയോകൾക്ക് എന്താണ് അപ്പോൾ റോബിന് പറയുന്നത്? അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോക്കകത്ത് അയാളെ റോബിന്റെ റെന്റഡ് താറിനകത്തിരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഇത് ഫോഴ്സ്ഫുള്ളി എടുക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. ലിറ്ററലി അത് കഴിഞ്ഞിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞ് കടം കൊടുത്ത ആളുടെ വീണ്ടും പൈസ ആവശ്യപ്പെടുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലോജിക്കലി കാണിച്ചത് ന്യായമായിട്ടുള്ളൊരു സംശയം ഞാനും ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കുറച്ച് രൂപ കടം ചോദിക്കുന്നു. ഈ സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് നല്ല മനുഷ്യനാണ് ചേട്ടായി എനിക്കൊരു 10 ലക്ഷം രൂപ ഇപ്പോൾ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തിട്ട് നമ്മളത് സൂക്ഷിക്കുമോ, അല്ലെങ്കിൽ ആ പണം തന്ന ആൾക്ക് തിരിച്ചു കൊടുക്കുമോ? അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടോ? ചിരിച്ചിട്ടാണ് ആൾ സംസാരിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു വെപ്പിച്ചത് തെളിവിന്റെ ഭാഗമായിട്ടാണോ? ഇനി റോബിൻ രാധാകൃഷ്ണൻ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തു വെക്കുന്നത്? ആൾക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു പൈസ വാങ്ങണതിന് എന്തിനാണ് ഇങ്ങനെ ഒരു തെളിവുണ്ടാക്കിയേക്കുന്നത്?
അപ്പോൾ ഇതിലുള്ള ഡൗട്ട് വളരെ സാധാരണ ഡൗട്ടാണ്. പക്ഷെ ഇദ്ദേഹം തന്നെ പറയുന്നു 10-15 വീഡിയോസ് അങ്ങനെ എടുത്തിട്ടുണ്ട്. അതൊക്കെ റോബിന്റെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ഉണ്ട്, ആൾ ഒറ്റയ്ക്ക് എടുത്ത വീഡിയോ ഉണ്ട്, ഒരുമിച്ചെടുത്ത വീഡിയോ ഉണ്ട്. ഇതൊക്കെ അദ്ദേഹം തന്നെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതൊന്നും കൂടാതെ ഈ ഇലക്ഷന്റെ കാൻഡിഡേറ്റിനെ തീരുമാനിക്കുന്നതിന് മുമ്പും ഇത്ര വീഡിയോസ് വന്നിട്ടുണ്ട്. സ്വയം ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെക്കേണ്ട കാര്യം എന്താ റോബിനുള്ളത്? ഡൗട്ടാണ്, ഞങ്ങൾക്കത് ഇപ്പോൾ ക്ലിയർ ആയിട്ടില്ല. ഈ അബിലിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചതിന് ശേഷം വീണ്ടും പൈസ ആവശ്യപ്പെട്ടപ്പോൾ അബിലിന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നാണ് അബില പൈസ മേടിച്ച് തിരിച്ചയച്ചു കൊടുത്തത്. നമ്മളെല്ലാവരും ITI മാർട്ടിയൊക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ അക്കൗണ്ടിലോട്ട് നമ്മൾ കൊടുക്കാത്ത പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ അതിന് ടാക്സ് അടക്കേണ്ടി വരും. അപ്പോൾ മേടിച്ച ആളുടെ അക്കൗണ്ടിലോട്ട് തന്നെ കൊടുക്കാനാണ് അബിൽ പലതും പറയുന്നത്. അതാ റോബിനാണ് ഇതൊക്കെ വളച്ചൊടിക്കുന്നത്, അല്ലാതെ ഇതിനകത്ത് വേറെ ആരല്ല വളച്ചൊടിക്കുന്നത്. അബിലിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിന് ശേഷം വീണ്ടും പൈസ ആവശ്യപ്പെട്ടപ്പോൾ അബിലിന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്ത പൈസയാണ് അബിൽ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുന്നത്, അബിലിന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലോട്ട് അയക്കാനാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ, കേട്ടിട്ട് പ്രാന്താണ്. അല്ലടോ, ഒരു വട്ടം കടം കൊടുത്തു, തിരിച്ചു തന്നില്ല, നിങ്ങൾ വീണ്ടും കടം കൊടുക്കൂ? ഞാൻ കൊടുക്കില്ല. അത് കഴിഞ്ഞ് വീണ്ടും കൊടുക്കൂ? ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പിന്നെ പച്ചവെള്ളം കണ്ട പോലെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല ആരും. പക്ഷെ നിരന്തരമായിട്ട് ഇങ്ങനെ ഫണ്ട് ചോദിക്കുമ്പോൾ ഫണ്ട് കൊടുക്കുന്നു, അതിനൊക്കെ വീഡിയോ എടുത്ത് വെക്കുന്നു. സത്യത്തിൽ ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? അയ്യോ, തല പോകഞ്ഞു. പൈസ ഇപ്പൊ എത്ര ശതമാനം തിരിച്ചടച്ചിട്ടുണ്ടാവും? ഇനി 40 ലക്ഷത്തിന് മുകളിൽ എന്തോ കൊടുക്കാനുണ്ട്. ഈ ചോദിക്കുമ്പോൾ അപ്പൊ ഈ ബ്രോ എന്തിനാ ഇങ്ങനെ എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നത്? ഇത് ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഈ സുഹൃത്തുക്കളായിരുന്ന സമയത്ത് ഇയാൾ എന്താ പറയുക, ഇയാൾ പറഞ്ഞു ഇയാളെ വിശ്വസിച്ച് ഇയാൾ ഭയങ്കര മാനിപ്പുലേറ്റർ ആണ്. ഇയാൾ ഓരോ കഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇയാൾ ബിഗ് ബോസിൽ നിന്ന് വീണ്ടും വിളിച്ചു എന്ന് പറയുന്ന കഥ പറഞ്ഞു. ഇയാൾക്ക് ഈ തമിഴിലെ ലോകേഷ് കനകരാജുമായിട്ട് സിനിമ വരുന്നെന്ന് പറഞ്ഞ ഇയാൾ ലൂസിഫറിലേക്ക് ഇയാൾ ഒരു പാർട്ടുണ്ടെന്ന് പറഞ്ഞു ഇയാൾ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ക്ലെയിം പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസിച്ച് ഇന്നൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും, അപ്പോൾ അത് മേടിച്ചിട്ട് തരാം എന്നുള്ളൊരു വിശ്വാസത്തിന് മേലെ ഇങ്ങനെ കൊടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഒരാളെ വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കുന്നതിനകത്തൊന്നും മാറി നിന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ കേൾക്കുമ്പോഴാണ് ഇവിടെ പാനിക്കായി തുടങ്ങുന്നത്. ഈ ഷാലു പെയ്യാടിന് ഒരു സംഭവം ഉണ്ടായി ഇവിടെ ഭാഗത്തുനിന്ന്. ഓക്കെ, ഓരോന്ന് പറഞ്ഞിട്ട് പൈസ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നു. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എന്നാലും വേണ്ടില്ല വിശ്വസിച്ച് വെച്ചിരിക്കുന്നു. കാരണം ഇങ്ങനെയൊക്കെ ലക്ഷങ്ങളൊക്കെ ആരെങ്കിലും നിരന്തരമായിട്ട് കടം കൊടുക്കും. ഷാലു പെയ്യാടിന്റെ കഥ അവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ തന്നെ ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇൻസ്റ്റഗ്രാമിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് യൂറോപ്പ് ക്ലോസറ്റിന്റെ മുകളിൽ കയറി കിടന്ന് ഛർദ്ദിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? പിന്നീട് അത് വെറുതെ ആവശ്യമില്ലാതെ കാണിച്ചു കൂട്ടിയ ഒരു കോപ്രായത്തരാണെന്നുള്ളത് തെളിവ് സഹിതം പൊളിയും ചെയ്തിട്ടുണ്ട്. അതായത് എന്നും മെയിൻ സ്ട്രീമിൽ ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ അന്ന് കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന പല ആളുകൾ അത് പുറത്തു വിട്ടു. ഒരുപാട് ശബ്ദ സന്ദേശങ്ങളും ഒരുപാട് ക്ലിപ്സും അന്ന് തന്നെ പുറത്തു വന്നാണ്. അന്ന് റോബിൻ രാധാകൃഷ്ണൻ എല്ലാവർക്കും പണി തരും, കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ വീഡിയോ ബുക്ക് ചെയ്തതാണ്. അല്ലാത്ത പക്ഷെ ഇപ്പോഴും പല വീഡിയോസും പല ആളുകളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അല്ലെ, പല ആളുകളും പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അന്നേ ഈ റോബിൻ രാധാകൃഷ്ണന്റെ കുറച്ച് സംഭവങ്ങൾ ഇതേപോലെ പുറത്തു വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകൾ ഇതൊന്നും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇന്നും ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമന്റ് ഇടാനും തെറി വിളിക്കാൻ ആളുകളുണ്ട്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇതാണ്, രണ്ടുപേരുടെ ഭാഗത്ത് നമുക്ക് ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇവരൊരു കാര്യം പറയുമ്പോൾ ഉടനെ തന്നെ റോബിൻ അതിനെ മറച്ചു വെക്കുന്ന, അതിനെ കവിച്ചു വെക്കുന്ന മറ്റൊരു കാര്യം കൊണ്ടുവരുന്നു. ഇവർ ബാലൻസ് ചെയ്തിട്ട് ഒരു സൈഡിൽ കൂടെ പോകുന്നു. ഇതിന്റെ മുകളിൽ വേറെ വല്ല അജണ്ടയുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് സംശയം. ഈ ഷാലു പെയ്യാടിന്റെ കഥ പറ. റോബിന്റെ വൈഫും ഒക്കെ കൂടെ അയാളുടെ പേര് ഒരു റേപ്പ് കേസ്, ഫേക്ക് റേപ്പ് കേസ് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം ഷാലു പെയ്യാടിന്റെ എതിരെ നിന്നുകൊണ്ടിരിക്കുകയാണ് റോബിന്റെ. ഷാലു പെയ്യാട് പരിപാടി നിർത്തി. അതിനുശേഷം ഷാലു പെയ്യാട് വന്ന് മാപ്പ് പറയേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ റോബിന്റെ വീഡിയോ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഷാലു പെയ്യാട് പൈസ കൊടുക്കാനുണ്ട് ഇഫ് നോട്ട് റോങ്. അപ്പോൾ പൈസ കടം മേടിക്കുന്നതോ തിരിച്ചു കൊടുക്കാതെ ഡിലേ ആവുന്നതോ സ്വാഭാവികമാണ്. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളായിരുന്നു, എനിക്കും പണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ പൈസ മേടിച്ച കൊടുത്ത ആളെ കള്ളക്കേസ് കൊടുക്കുക, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തേജോധനം ചെയ്യുമെന്ന് പറയുക, ഇയാൾ ദുബായിൽ മേടിച്ച ആൾക്കാരൊക്കെ പറഞ്ഞാൽ എൻ്റെ കണക്ഷൻ ആരെന്ന് അറിയാൻ ആഭ്യന്തരമന്ത്രിയും ചീഫ് മിനിസ്റ്ററും എൻ്റെ അടുത്ത ആൾക്കാരാണ്, ഞാൻ കാണിച്ചു തരാം, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഭീഷണിയിലും ഈ പറയുന്ന സോഷ്യൽ കൊട്ടേഷൻ കൊടുക്കുക, PR ടീമിന് പൈസ കൊടുത്തിട്ട് കമന്റ് ബോക്സിൽ തെരുവിളിപ്പിക്കുക, ആൾക്കാരെ മെന്റലി ടോർച്ചർ ചെയ്യുക, ഫിസിക്കലി ടോർച്ചർ ചെയ്യുക, ഇമോഷണലി ടോർച്ചർ ചെയ്യുക എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ട് എത്തുമ്പോഴാണ് ഈ രീതിയിലുള്ള പ്രതികരണത്തിന്റെ ആവശ്യം വേണ്ടി വരുന്നത്. ഓക്കെ, ഇത് ചില ആളുകൾ പറയുന്നൊരു കാര്യമാണ്, സൈബർ കൊട്ടേഷൻ കൊടുത്തിട്ട് കമന്റ് ബോക്സിൽ തെറി വിളിപ്പിക്കുക എന്നുള്ളത്. ഇതെങ്ങനെയാണ് സംഭവം വർക്കാവുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അതായത് ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു 10,000 രൂപ കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഒരു പിടുത്തില്ലല്ലോടാ. അതിന്റെ ഇടയിൽ ബോട്ടിനെ വെച്ചിട്ട് കമന്റ് ഇടിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അനന്തുവിനെ കുറിച്ചിട്ടൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ഏതൊരു സ്ത്രീ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ കയ്യിൽ നിന്ന് പണം ചോദിച്ചു, ഞാൻ കൊടുത്തില്ല, എന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതൊക്കെ. അപ്പൊ അനന്തുവിനെതിരെ അലിഗേഷൻസ് സൈഡിൽ കൂടെ വരുന്നുണ്ട്. താങ്കൾ അതിനെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഷാലു പെയ്യാട് അത്ര നല്ല വ്യക്തിയല്ല എന്ന് ഏകദേശം കത്തിക്കേറി കിടക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ചാരിറ്റിയുടെ മറവിൽ ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഒരു ചെക്കൻ ഒരു ക്യാമറ വാങ്ങിക്കൊടുത്ത കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഷാലു പെയ്യാടും അന്ന് കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്. അതായത് ഈ ചാപ്റ്ററെ ക്ലോസ് ആയി കിടക്കുന്ന സമയത്ത് നിർജീവമായി കിടക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒറ്റയടിക്ക് ഈ ഒരു വിഷയത്തോടു കൂടി പൊന്തുകയാണ്. BJP-യിലേക്ക് കയറിയതോടു കൂടി കയറി ഇപ്പൊ ഇത് ഈ ഒരു സാമ്പത്തികപരമായ കാര്യം, പിന്നെ ഇദ്ദേഹം പറയുന്ന വലിയൊരു കാര്യം എന്താ, ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. ആ ഒരു ശബ്ദ സന്ദേശം കേൾക്കാം.
അപ്പൊ അന്ന് ഈ സിസ്റ്റേഴ്സ് നൈറ്റ് നിൽക്കുന്ന സിസ്റ്റേഴ്സിനെല്ലാം ഭയങ്കര പണിയാണ്. കാരണം എമർജൻസിയിലും ആ ഏരിയയിലെല്ലാം ഇയാൾ സ്റ്റിക്കും കൊണ്ടുവരുന്ന സിസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ടാണ് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഇവർക്ക് നൈറ്റ് ഷിഫ്റ്റിന് ഒരു സമാധാനം കിട്ടില്ല. എന്നിട്ട് അങ്ങനെ ചെയ്തുതരാം ഇങ്ങനെ ചെയ്തുതരാം എന്നൊക്കെ പറയും. എന്നിട്ട് ഓണറോട് പറഞ്ഞേക്കാം പിന്നെ ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവര് ഓരോ ഇത് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ കുറെ ശല്യം ഇയാളെ കൊണ്ടുണ്ടായിരുന്നു. ഈ പെണ്ണിനെ കയറി പിടിച്ചു പറയുന്നത് പൊതുവെ ഇയാളുടെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഇയാളോട് എല്ലാ പെൺപിള്ളേർക്കും പ്രേമം തോന്നും എന്നുള്ളതാണ്. അല്ലാതെ പെൺപിള്ളേർക്ക് ഞാൻ ഇയാളിനെ ഏതൊക്കെ പെൺപിള്ളേരെ പറ്റി പറഞ്ഞാലും ആ പെൺപിള്ളേർ ആരും മോശമാണെന്ന് ഞാൻ പറയില്ല. കാരണം എല്ലാം ഇയാളായിരിക്കും മോശം. കാരണം ഇയാളുടെ കോൺസെപ്റ്റിൽ എല്ലാവരും ഇയാളോട് എക്സിസ്റ്റ് ആവുന്നു എന്നൊരു ചിന്താഗതിയാണ്. അത് വെച്ചിട്ടായിരിക്കണം ആ പെൺകുട്ടിയെ കയറി പിടിച്ചിട്ടുണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ആ പെൺകുട്ടിക്ക് ആ ശബ്ദം ഞാനല്ല ഇങ്ങനെ ആക്കിയത്, അത് അവർ തന്നെ ആക്കിയതാണ്. അതായത് ഇദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ഫേമസ് ആയിരുന്നല്ലോ. ഇൻസ്റ്റാഗ്രാം വഴിയും ഒരുപാട് വീഡിയോസ് റീൽസും കാര്യങ്ങളും ചിത്രീകരിച്ചിരുന്നു. അവിടെയുള്ള നഴ്സും അവരൊക്കെ ഇവരെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു റീൽസിലൊക്കെ. അപ്പൊ അവരെ സമീപിക്കുന്ന രീതി വളരെ മോശമായിരുന്നു എന്നും എന്തോ ഒരു കയറി പിടിച്ചൊരു കഥയൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ ആ ഒരു ജീവനക്കാരെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല, കാരണം ഇയാൾക്ക് എല്ലാവരോടും ആ ഒരു രീതിയിലുള്ള സമീപനമായിരുന്നു എന്നാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ഈ പെൺകുട്ടി പറയുന്നത്. ഇനി ബാക്കി കേൾക്കാം. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തിൽ റോബിൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് റോബിൻ പുറത്താക്കിയത് അവിടെ റീൽ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ക്ലെയിമാണ് റോബിൻ പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ നൈറ്റ് ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു നഴ്സിനെ കയറി പിടിച്ചു റോബിൻ. അങ്ങനെയാണ് റോബിൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ പുറത്താക്കിയത്. ഇതിന് തെളിവുകളുണ്ട് വ്യക്തമായിട്ട്. ഇതൊരു ഇപ്പോൾ ഈ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ശേഷം ബ്രദറിന് നേരെ ഒരു ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ തെളിവുണ്ടോ? സ്റ്റാഫുകൾ എതിര് പറയത്തില്ലല്ലോ, അവിടെ വർക്ക് ചെയ്ത ആൾക്കാർ എതിര് പറയത്തില്ലല്ലോ. ഇതെന്തുകൊണ്ട് പുറത്തധികം സ്പ്രെഡ് ആയില്ല? ആയില്ലേ? അതാണ് എൻ്റെ ഡൗട്ട്. എന്തുകൊണ്ടെന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ലേ? ചിലപ്പോൾ ആശുപത്രിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് നെഗറ്റീവ് വരണ്ട എന്ന് കരുതിക്കൊണ്ട് പറയാതിരുന്നത് ആകാം. ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, അവർക്ക് നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. അത് നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. നുണ പറയാം നുണ പറയാതിരിക്കാം, അതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് മാറിയെന്ന് വരാം. പിന്നെ താങ്കളുടെ കയ്യിൽ ശക്തമായിട്ട് തെളിവുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കാം. അന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്ന ക്ലെയിം ഹെവി പി ആർ ആണ് റോബിൻ്റെ ഒന്നാമത്തെ കാര്യം. പിന്നെ റോബിനെതിരെ ആരും അങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്നത് കാരണം റോബിന് തൊട്ടാരും മറ്റേ കേസാണ്. ഇപ്പോൾ അതിൽ ആൾക്കാരുടെ പേര് കേസ് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ക്ലെയിമിനകത്ത് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് റോബിൻ്റെ ഓഡിയോ ക്ലിപ്പുകളാണ്. അതായത് റോബിൻ BJP-നെ കുറിച്ച് ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറയുന്നതും റോബിൻ BJP-യിൽ നേതാക്കന്മാരെ തെറി വിളിക്കുന്നതും അവരെ കുറിച്ചിട്ട് മോശം പറയുന്നതും ഒക്കെ റോബിൻ്റെ തന്നെ ഓഡിയോ ക്ലിപ്പുകളാണ്. പിന്നെ ഞാൻ കാണിച്ചിരിക്കുന്നത് റോബിൻ്റെയും അബിലിൻ്റെയും ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് ആണ്. ഇതിൽ കൂടുതൽ ആ വീഡിയോയ്ക്കകത്ത് എന്ത് പറഞ്ഞ പേര് കേസ് കൊടുക്കാൻ പറ്റുക? കേരളത്തിൽ IPC-യിൽ എന്ത് നിയമവ്യവസ്ഥയുള്ളത്? അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നില്ല എനിക്ക്. ഓക്കെ, ബട്ട് വന്നു കഴിഞ്ഞാൽ ഏത് വ്യവസ്ഥയിലാണ് കേസ് എടുക്കാൻ പറ്റുക? പിന്നെ റോബിന് ഡിഫമേഷൻ കൊടുക്കാൻ പറ്റും. കോടതി മുന്നിൽ ഇത്ര രൂപ കെട്ടിവെച്ച് എൻ്റെ പേരിൽ എന്നെ ഡിഫമേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഡിഫമേഷൻ കേസ് കൊടുക്കാൻ പറ്റും. ഞാൻ റെഡിയാണ് അത് ഫേസ് ചെയ്യാൻ. കാരണം പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന സത്യമാണെങ്കിൽ എനിക്കത് എതിരെ നിൽക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ IPC സെക്ഷനൊക്കെ പഠിച്ചിട്ടാണ് ചേട്ടായി വന്നിരിക്കുന്നതല്ലേ? അതായത് ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കോടതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ടാണോ തീരുമാനമാവുക? ഈ ഫണ്ട് കടം കൊടുക്കലും വാങ്ങലും ഒക്കെ. ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ആർക്കും കടം കൊടുക്കരുത് എന്നുള്ളത്. ഒരു അത്യാവശ്യ ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ കടമായിട്ട് കൊടുക്കരുത്, സഹായമായിട്ട് കൊടുത്താൽ മതി. തിരിച്ച് കിട്ടുന്ന പ്രതീക്ഷയിൽ ചില ആളുകൾക്ക് ഫണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറയാണ്, ചില ആളുകൾക്ക് ഫണ്ട് കൊടുത്ത് നമ്മൾ എഴുതി തള്ളുന്നൊക്കെ കേട്ടില്ലേ, പൊട്ടെ എന്ന് പറയുന്നില്ല. അത് ആദ്യം തന്നെ ചെയ്താൽ മതി. ഒരാളെ 1000 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ 500 ഉള്ളൂ, എനിക്ക് 500 ഉള്ളടാ, ഇത് വെച്ച തിരിച്ചും തരണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തോളൂ. അത് കടമായിട്ട് കൊടുത്ത ഭാവിയിൽ നിങ്ങൾക്ക് ആ ഒരു സൗഹൃദം ആണെങ്കിൽ സൗഹൃദം അത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. ഓക്കെ, ഇനി റോബിൻ ഇതിനെ ഏത് രീതിയിലാണ് സമീപിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഇതിനൊരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല, ഇത് അവസാനിക്കണമെങ്കിൽ ഇപ്പോൾ ആ സിനിമ ഏതായിരുന്നു? ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ പ്രൊഡ്യൂസറിന്റെ പേര് ജോബി. ഈ ജോബി ചേട്ടൻ പൈസ കൊടുക്കാനുണ്ട്. ജോബി ചേട്ടൻ കൊടുക്കാൻ? ജോബി ചേട്ടൻ ഇനി 17 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ജോബി ചേട്ടൻ എന്തെങ്കിലും പ്രതികരിക്കുന്ന ഒരാളല്ലേ? എന്തുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയാം? ജോബി ചേട്ടൻ്റെ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ജോബി ചേട്ടൻ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ജോജി ഓർ ജോബി പോലീസ് സ്റ്റേഷനിൽ പരാതി, കോടതിയിൽ എങ്ങാനും പരാതിയായിട്ട് പോയിട്ടുണ്ടാവും. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗുഡ്വിൽ എന്റർടൈൻമെന്റിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ റോബിൻ ഒരു 13 മിനിറ്റുള്ള വീഡിയോ ചെയ്തിരുന്നല്ലോ, അത് അബിൽദേവിന് ഫണ്ട് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ 6 ലക്ഷം കൊടുത്തു എന്ന് ഓൾറെഡി അബിൽദേവ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ 42 ലക്ഷമോ 43 ലക്ഷമോ കിട്ടാനുണ്ട് എന്നുള്ള കാര്യമാണ് ആൾ ക്ലെയിം ചെയ്യുന്നതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് റോബിൻ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം? നമ്മൾ ഓൾറെഡി പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നു അവിടെ. പ്രൊട്ടക്ഷനിലാണ് നമ്മൾ ഈ പ്രസ് മീറ്റ് നടത്തിയത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും വന്നേരത്തെ അറസ്റ്റ് ആയിരുന്നു. വരണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. ഒന്നില്ല. നമ്മൾ ഓൾറെഡി ലൊക്കേഷൻ എല്ലാം ഔട്ട് ചെയ്തു. നമ്മൾ എന്താ പറയുക, പ്രസ് മീറ്റ് നടക്കുന്നതിന് 4 മണിക്കൂർ മുമ്പ് ഞാനും എല്ലാവരും സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ഓൺലൈൻ മീഡിയാസിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. റോബിനും അറിയായിരുന്നു. റോബിൻ വന്നില്ല. റോബിൻ വരണമെങ്കിൽ അവിടെ വരാമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ റോബിനോട് വന്നിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേനെ എന്നുള്ളത്. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള എന്താണ് വകുപ്പ് ഇട്ടിട്ടുള്ളത്? താങ്കൾ തന്നെ പറഞ്ഞപ്പോൾ ഒരു പണമിടപാടാണല്ലോ, ഇതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. അപ്പോൾ റോബിൻ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാവും അങ്ങോട്ട് വരാതിരുന്നിട്ടുണ്ടാവുക.
ട്രിവാൻഡ്രത്തുള്ള വേറൊരു പ്രവീൺ, ഒരു മൊത്തത്തിലേക്കുള്ള ഒരു പ്രവീൺ എന്ന് പറയുന്ന ആളുണ്ട്. പുള്ളിയുടെ കയ്യിൽ പൈസ വെച്ചിട്ടുണ്ട്. ഗൂഗിളും ഗോപാലിന് പൈസ കൊടുക്കാനുണ്ട്. ഈ പറയുന്ന ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ഓണറിന് പൈസ കൊടുക്കാനുണ്ട്. ഈ പറയുന്ന കൊല്ലത്തുള്ള മറ്റൊരു പ്രവീൺ ദാസിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ കണക്കെടുക്കാൻ നേരത്തെ വലിയ പ്രശ്നമാണ്. ദുബായിലുള്ള ഒരു പയ്യൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. അവനെയും വിളിച്ചിട്ട് പരത്തറിയാണ് പയ്യനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വര, ഇനി ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാണ്ട് റോബിൻ രാധാകൃഷ്ണൻ. ഇപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും കുറച്ചെങ്കിലും ഉണ്ട്, കമന്റ് ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ നിങ്ങളോടുള്ള ഇഷ്ടം അത് പതുക്കെ പിൻവലിക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി ഇങ്ങനെ നാടുനീളെ കടം വാങ്ങിയിട്ട് ആ കടം തിരിച്ചു ചോദിക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയ പിൻബലമുണ്ടെന്നും എനിക്ക് ആഭ്യന്തര വകുപ്പുമായിട്ട് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുമായി ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഭയപ്പെടുത്തുകയും സോഷ്യൽ മീഡിയ കൊട്ടേഷൻ കൊടുക്കുക ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ ഇഷ്ടം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ താങ്കൾ തന്നെ പറയുന്നുണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ള. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കടം വാങ്ങിയ എല്ലാ വ്യക്തികളും എല്ലാ തെളിവും സഹിതം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ താങ്കൾ എന്ത് ചെയ്യും? വലിയ ബുദ്ധിമുട്ടായിരിക്കും. 42 ലക്ഷം അദ്ദേഹത്തിന് കൊടുക്കാണ്ട് പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് താങ്കളുടെ കയ്യിൽ നിന്നൊരു വീഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കിത് ഒരു മടുപ്പായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് പറയുന്നത്, രമ്യമായ രീതിയിൽ സഭ്യമായ രീതിയിൽ ഇതൊന്ന് പരിഹരിച്ചിട്ട് തീർക്കൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് അപ്പോൾ ഡോക്ടർ ഡ്രേക്കിന്റെ ഒരു ഭാഗം അത്രേ ഉള്ളൂ. ഇനി റോബിൻ വരുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഡപ്പാൾ സൈനിങ് ഓഫ്.